ഹലോ, വെൽക്കം ടു രൂപാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്നിവിടെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇടിയപ്പവും ഒരു എഗ്ഗ് കുറുമ, നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഊണിനെ ഞാനൊരു കടല തീയലാണ് വയ്ക്കുന്നത്. അതാണ് ഇന്നത്തെ സ്പെഷ്യല്. അതായത് ആ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ, അത്രയ്ക്ക് ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ കൂടെ ഞാൻ ഈസി ആയിട്ടുണ്ടാക്കുന്ന ഒരു മുട്ടത്തോരൻ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ക്യാരറ്റ് മെഴുക്ക് വെട്ടി, ഇത്രയും ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ പോയില്ലേ. അപ്പോൾ ഇടിയപ്പത്തിന് ഞാൻ 1.5 കപ്പ് പച്ചരിപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിരുന്നതാണ്. മെഷീനിൽ കൊടുത്താൽ പൊടിച്ച് വറുത്ത് കഴിയുമ്പോൾ ഇല്ല, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ പാക്കറ്റ് ആണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. നല്ല രീതിയിൽ തിളപ്പിച്ച വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം. വേണമെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു കപ്പിന് ഒരു 1.25 കപ്പ് വെള്ളം, അതാണ് കണക്ക് കേട്ടോ. ഞാനിപ്പോൾ കുറച്ചുകൂടെ ചൂടാക്കി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി വന്നാലും കുഴപ്പമില്ലല്ലോ. ഇതിൽ നമ്മളിനി ഒരു സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മാവിൽ എടുത്തിട്ടുള്ളൂ. ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ചേർക്കണം. വെള്ളം കൂടിയും പോകരുത് കേട്ടോ. സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കഴിക്കുന്ന പോലത്തെ രൂപത്തിൽ കിട്ടണം. മതി, നമുക്ക് വെള്ളം ഇത്രയും ചേർത്തത് മതി. ഇനിയിപ്പോൾ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പം ഞാൻ വീട്ടിൽ ഇതൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൽ ശകലം എണ്ണ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സേവനാഴി ഉണ്ടല്ലോ, സേവനാഴിക്കകത്തൊന്ന് ചെറുതായിട്ട് വീസ് ചെയ്ത് കൊടുക്കാം. പക്ഷേ മാവ് പെട്ടെന്ന് നമുക്ക് വീണ് കിട്ടാനാണേ. മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് അറിയാമല്ലോ. ഇടിയപ്പം ഉണ്ടാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അറിയാത്തവരാരും ഇല്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്യുമ്പോൾ കാണിക്കുന്നതേ ഉള്ളൂ. ബിഗിനേഴ്സിനൊക്കെ അത് യൂസ്ഫുള്ളായിരിക്കും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ തട്ടിലും ഞാൻ ചെയ്തെടുക്കാം കേട്ടോ. കുറേ അങ്ങ് വലുതാക്കി ചെയ്തത് എന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ തട്ട് വയ്ക്കുമ്പോഴേ തട്ടുകയാണെങ്കിൽ ഇടിയപ്പം ഇങ്ങനെ അമിഞ്ഞ് പോകും. പിന്നെ മറ്റേ ഇഡ്ഡലി കുട്ടും ഉണ്ടല്ലോ നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കുന്നത്, അതിലാണെങ്കിൽ നമുക്ക് വലിയ ഇടിയപ്പം ഉണ്ടാക്കാം. പക്ഷേ ചിലർക്ക് വലിയ ഇടിയപ്പം ഇഷ്ടമല്ല, ഇങ്ങനെ ചെറുതാണ് ഇഷ്ടം. അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്ത് വയ്ക്കാം.
തേങ്ങ വെച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്കിതിൽ ഇടയ്ക്ക് തേങ്ങ വെച്ച് ഉണ്ടാക്കാം. താല്പര്യമുള്ളവർക്ക്, ഇല്ലാത്തവർക്ക് തേങ്ങ വേണ്ട. നമ്മൾ കറി കൂട്ടിയല്ലേ കഴിക്കുന്നത്. ഇടയ്ക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ചെറിയ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് അതിൻ്റെ പുറത്ത് മാവ് പിന്നെ ഇറക്കി കൊടുക്കും. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്ക് ഞാൻ തേങ്ങ ഇട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ ഞാനതെല്ലാം ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 8 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കും. മൂടി വയ്ക്കാം. അപ്പോൾ വെന്ത് കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ ഇടിയപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇത് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മാറ്റി വയ്ക്കാം. അടുത്ത നമുക്ക് ഇടിയപ്പത്തിന് ആവശ്യമുള്ള കറി വേണമല്ലോ. അതിന് ഞാൻ ഒരു മുട്ട കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറുമ കണ്ടു. ഞാൻ ആ ഇടിയപ്പം വേകുന്ന സമയം കൊണ്ട് ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 2 സവാള ഇട്ടിട്ടുണ്ട്. 2 സവാള എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ സവാളയാണ്. തീരെ ചെറുതാണെങ്കിൽ 3 എണ്ണം വേണം. പിന്നെ ഞാൻ 4 മുട്ട എടുത്തിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ വലിയൊരു ടൊമാറ്റോ, പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകായാലും മതി. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. പിന്നെ വന്നിട്ട് അതിൽ പെപ്പർ പൗഡർ കുറച്ച് ചേർക്കും. ഓക്കെ. അപ്പോൾ നമുക്കിത് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യണത് ഒഴിച്ചാൽ മതി, കുഴപ്പമില്ല. ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിൽ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പോട്ടെ. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ 2 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പേസ്റ്റല്ല, കുറച്ച് തരിയായിട്ട് ചതച്ചുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ചേർത്തു. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റണം. പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുറേ നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നോക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അതായത് സവാള ഒരു 3/4 ഭാഗം വഴണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ നല്ല രീതിയിൽ വഴണ്ടിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമുക്കിതിൽ കുറച്ച് പൊടികൾ ചേർക്കണം. എന്നുവെച്ചാൽ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ പോലും വേണ്ട. മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താൽ മതി. 1/4 ടീസ്പൂണിൻ്റെയും പകുതി ചേർത്താലും മതി കേട്ടോ മഞ്ഞൾപ്പൊടി. ഫ്ലെയിം കുറച്ച് വെച്ചോണേ. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വന്നിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കാം. മുളക് പൊടി ചേർക്കണ്ടായിരുന്നേ. എരിവ് വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് കൂട്ടിയിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 2 പച്ചമുളക് ഇട്ടാലും മതി കേട്ടോ. ഈ പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറി കിട്ടട്ടെ. മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ പിന്നെ തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കവർ പാലുണ്ടല്ലോ, പശുപാൽ, അത് ചേർക്കാം. ഓക്കെ. അതും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10-12 കാഷ്നട്ട് ഒന്ന് വെള്ളത്തിയിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം മാറ്റിയിട്ട് കാഷ്നട്ടൊന്ന് അരച്ചിൽ ചേർത്താലും നല്ല ടേസ്റ്റായിരിക്കും. ഞാൻ ഇപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന പാലാണ് ചേർക്കുന്നത്. നമ്മൾ പാൽ ഒരു കണക്കിന് നോക്കിയിട്ട് ചേർത്താൽ മതി. നമുക്ക് എത്ര ഗ്രേവി വേണമെന്നുള്ളത് നോക്കിയിട്ട് ഒന്ന് ചേർത്താൽ മതി. ഇത്രയും ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് പാലാണ് ഒഴിച്ചത് കേട്ടോ. ചാറ് കൂടുതൽ വേണമെന്നുള്ളവർ കുറച്ചുകൂടെ ചേർത്തോളാം. എന്നിട്ട് നമുക്കിതിൽ ഉപ്പ് കുറച്ചുകൂടെ വേണം നോക്കിയിട്ട് ചേർക്കണം. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. അത് അവസാനം ചേർക്കുന്നത് വെച്ചാൽ അതിൻ്റെ മണം ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ മിക്സായിട്ട് നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ശകലം ഉപ്പൂടെ വേണം. പാലും കൂടെ ഒഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ചെക്ക് ചെയ്ത് ഉപ്പ് നോക്കിയപ്പോഴും മതി. ഉപ്പ് എരിവ് എല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഇതെല്ലാം കൂടെ ഒന്ന് ചേർന്ന് പൊടികളും നമ്മുടെ സവാളയും ടൊമാറ്റോ എല്ലാം കൂടെ ചേർന്നൊന്ന് നല്ല രീതിയിൽ ആയി. കണ്ടോ, നല്ല കുറുകിയിട്ടുണ്ട്. മതി. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട വന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇടണം കേട്ടോ. ഇങ്ങനെയൊന്ന് ഒരു കത്തി വെച്ച് വരഞ്ഞു കൊടുത്തിട്ട് ഇടുകയാണെങ്കിൽ നമുക്കിതിനകത്തൊക്കെ ഇതിൻ്റെ അരപ്പ് കയറിയിട്ട് നല്ല എരിവ് കിട്ടും. ഓക്കെ. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആഫ് ചെയ്യണം. അത്രയേ ഉള്ളൂ. തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾ തിളപ്പിക്കരുത് കേട്ടോ. തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അത് തിളപ്പിക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടായോണ്ടേ ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മുട്ട കുറുമ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഇടിയപ്പവും മുട്ട കുറുമയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു.
നമ്മുടെ എഗ് കുറുമ ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ ഇടിയപ്പത്തിന്, അപ്പത്തിന്, ചപ്പാത്തിക്ക്, ചോറിൻ്റെ കൂടെയും കഴിക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിനായിട്ട് ഞാൻ നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു കറിയാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത്, ഒഴിക്കാനായിട്ട്. ആ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതെ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 100 ഗ്രാം കടല ഞാൻ തലേ ദിവസം വെള്ളത്തിൽ തീർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഒരു 10-12 ചെറിയ ഉള്ളി ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ വെച്ച് ഒരു 6-7 വിസിൽ. നല്ല രീതിയിൽ കടല വേവണം. കാരണം നിങ്ങൾ എങ്ങനെയാണോ കടല, ചില കുക്കറിലൊക്കെ ആണെങ്കിൽ 4 വിസിൽ വെന്ത് കിട്ടും. പക്ഷെ ചിലതിലൊക്കെ ആണെങ്കിൽ ഒരു 7 വിസിലൊക്കെ വെച്ചാലേ അത് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് കടല തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനൊരു 7 വിസിലൊക്കെ വയ്ക്കും കേട്ടോ. ഈ കറുത്ത കടലയാണ്, വേവാൻ ഇച്ചിരി താമസമാണ്. അപ്പോൾ അത് കുറച്ച് നേരം നല്ല രീതിയിൽ വേവിച്ചാലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അത് വെന്തിട്ടിട്ടെ. അപ്പോൾ ആ കടല വേകുന്ന സമയം കൊണ്ടേ നമുക്കൊരു മെഴുക്ക് വരട്ടിക്ക് റെഡിയാക്കാം. ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടാകട്ടെ. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ക്യാരറ്റ് മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ വലിയ ക്യാരറ്റ് ഒരു 8 എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ തീരെ നൈസായിട്ട് കട്ട് ചെയ്തിടണം കേട്ടോ. അപ്പോഴേ നമുക്ക് മെഴുക്ക് വരട്ടി നല്ല സൂപ്പറായിട്ട് കിട്ടുള്ളൂ. ഞാൻ ഇതിൻ്റെ കൂടെ വേറെ സവാള അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണിത്. നമ്മൾ ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് എന്നാൽ മതി. വേറെയുള്ള കറികൾ വയ്ക്കുമ്പോഴത്തേക്ക് റെഡിയായി കിടക്കും. അത്രയേ ഉള്ളൂ. നമുക്കിതിന് വേണ്ടി പ്രത്യേക സമയമൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതിൽ ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് കഴിഞ്ഞിട്ട് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. എന്ന് വെച്ചാൽ ഇത് എരിവുള്ള മുളകിൻ്റെ പൊടിയാണ്. കാശ്മീരി ചില്ലിയാണെങ്കിൽ ഒരു സ്പൂൺ ചേർക്കാമായിരുന്നു. ഇത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് പോണേ. ഓയിൽ കൂടുതൽ ഉപയോഗിക്കുന്നവരാണ് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചാലും നല്ലതാണ്. ഞാനെപ്പോഴും ഓയിൽ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കറികളിലൊന്നും ഓയിൽ കാണത്തേ ഇല്ല അങ്ങനെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ മൂടി വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഓയിൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിലൂടെ ചേർത്തോളാം. അപ്പോൾ മുളകും അതായത് എരിയും ഉപ്പും കറക്റ്റാണെന്ന് നോക്കിക്കോണം. ഓക്കെ. അപ്പോൾ അടുത്ത് നമുക്ക് ആ തീയലിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഇടയ്ക്ക് നോക്കിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ വെള്ളമൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. അതാണ് നല്ല ടേസ്റ്റ്. ഒരു മെഴുക്ക് വരട്ടിയും തൈരും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് വയ്ക്കണം. അത്രയും നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഉപ്പ് വരുവൊക്കെ ആവശ്യത്തിന് ഇട്ടുകൊണ്ട് നല്ലതാണ്. അപ്പോൾ തീയലിന് വറുക്കാനായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. എന്തെന്നറിയോ, അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരകി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു
ഞാൻ കരിയപ്പടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചതുകൊണ്ടേ പെട്ടെന്ന് വറുത്ത് കിട്ടണം. അത് മാത്രമല്ല എല്ലാ ഭാഗവും ഒന്നുപോലെ വറുത്ത് കിട്ടുകയും ചെയ്യും. ഞാനിതിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചേർക്കും കേട്ടോ. എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. എല്ലാവരും ഇങ്ങനെ വലിയ കുരുമുളക് ചേർക്കാറില്ല. എനിക്കത് ചേർത്ത് തിരിച്ചു പോയി. അത് മാത്രമല്ല നമുക്ക് നല്ലതല്ലേ എല്ലാത്തിനും കുരുമുളക്, അതുകൊണ്ട് ഞാൻ ചേർത്ത്. ഇനിയിപ്പോൾ ഇതൊന്ന് നമ്മൾ വറുത്തെടുക്കാം. ഇവിടെ 4-5 ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നേ. നമുക്കിതൊന്ന് ചുമക്ക ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ ചീനച്ചട്ടി ആയിട്ട് പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഇത് വറുത്ത് കിട്ടും. ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് വറുക്കാം. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വെറുതെ ഒന്ന് വറുത്തെടുക്കുകയും ചെയ്യാം. ഓയിൽ മാക്സിമം കുറച്ച് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ അതൊക്കെ ഓയിലില്ലാതെയും വറുത്തെടുക്കാൻ പറ്റും. പിന്നെ ചില കറികളൊന്നും താളിക്കാതെയൊക്കെ നമ്മൾ എടുക്കും. ചില ഓയിൽ മാക്സിമം കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിത് 1/2 കപ്പ് തേങ്ങ എന്ന് പറഞ്ഞത് 1/2 കപ്പ് തന്നെ കറക്റ്റായിട്ട് ഇടണമെന്നില്ല കേട്ടോ. കുറച്ചുകൂടെ തേങ്ങ ഇട്ടാലും കുഴപ്പമില്ല, കുറച്ച് ഗ്രേവി കൂടുതൽ കിട്ടും. അതിന് തക്കവണ്ണം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയുടെയും അളവ് കൂട്ടിക്കോണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ആൾക്കാർ കൂടുതലുള്ള വീടുകളിലൊന്നും തികയത്തില്ലല്ലോ, കുറച്ച് കൂടുതൽ വേണ്ടി വരുമല്ലോ. അപ്പോൾ അതിൻ്റെ അളവനുസരിച്ച് എല്ലാം കൂട്ടിക്കോണം. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ല രീതിയിൽ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം തീരെ കുറച്ചോണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടിയിട്ടാലും കുഴപ്പമില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ ഇത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നല്ല മുളകിൻ്റെ പൊടിയാണ്, അതുകൊണ്ടാണ്. കാശ്മീരി ചില്ലിയാണെങ്കിൽ 2 സ്പൂൺ ഇടാം. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇനിയിപ്പോൾ ഈ ചട്ടിക്ക് ചൂട് കൂടുതലായിട്ട് ഈ ചൂടിൽ തന്നെ ഈ പൊടികളൊക്കെ നല്ല രീതിയിൽ വറുത്ത് കിട്ടിക്കോളും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. എന്നിട്ട് ഇത് വറുത്തതിന് ഉടൻ തന്നെ ഇതിൽ നിന്ന് മാറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ചീനച്ചട്ടിയുടെ ചൂട് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ തേങ്ങയൊക്കെ കരിഞ്ഞു പോകും. ഓക്കെ, അപ്പം മതി. ഇപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഞാൻ കടല തീയലുണ്ടാക്കാനായിട്ട് കടല വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ കണ്ടോ ഉള്ളിയൊക്കെ ഇങ്ങനെ തന്നെ കിടപ്പുണ്ട്. കടല നല്ല വെന്തിട്ടുണ്ട്. ഞാൻ ഒഴിച്ച വെള്ളം ഒരുപാടൊന്നും ആയില്ല കണ്ടോ. എത്രത്തോളം വേകുന്നു അത്രയും നല്ലതാണ്. ഞാൻ ഇത്രയും വേവിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കത്തിരിക്കയും ഒരു മുരിങ്ങയ്ക്കയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഞാനത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് കൂടെ ഇടുമ്പോഴേ ആ തീയൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. വെറും കടലയും ഉള്ളിയും മാത്രം വെച്ചും ഉണ്ടാക്കാം. പക്ഷേ ഇതും കൂടെ ഇടുമ്പോഴേ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ആവശ്യമുള്ള വെള്ളം എന്ന രീതിയിൽ വേകണമല്ലോ. വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാം. അതായത് ഈ മുരിങ്ങയ്ക്കയും കത്തിരിക്കയും തീരെ കുഴഞ്ഞു കൊണ്ടില്ല, നമുക്ക് പീസായിട്ട് കിടക്കണമല്ലോ. അപ്പോൾ അതനുസരിച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിനെ മൂടി വെച്ചിട്ട് വേവിക്കാം. കുക്കറിലടപ്പൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ തീയലിൻ്റെ വറുത്തത് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. അത് നമുക്ക് അരച്ചെടുക്കാം. പിന്നെ തീയലിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടോ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിന് പുളി എടുത്തിട്ടുണ്ട്. ഇത് വെള്ളം ഒഴിച്ച് നമുക്ക് വയ്ക്കാം. എന്നിട്ട് അരച്ചതിന് ശേഷം കറിയിൽ ചേർക്കാനാണ്. വരുന്നോട്ടെ, ഞാനിപ്പോൾ അരച്ചിട്ട് വരാം. കണ്ടോ നമ്മുടെ മുരിങ്ങയ്ക്കയും കത്തിരിക്കയും ഏകദേശം വെന്തിട്ടുണ്ട്. മുരിങ്ങയ്ക്ക ഒരുപാടിട്ട് നമ്മൾ വേവിക്കുമ്പോഴേ നമ്മളിങ്ങനെ കറി അരക്കുമ്പോൾ അതിങ്ങനെ നാരായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഇട്ടിട്ട് വേവിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അരപ്പ്, ഈ അരപ്പ് ഇത് ഇട്ട് കൊടുക്കുകയാണേ. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട്. വെള്ളം വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ പുളി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളമാണ്.
ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യം നോക്കി ഇട്ടോണം. ഞാൻ എടുത്ത പുളി കറക്റ്റായിരിക്കും. ഉപ്പ് തീരെ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ കറിക്ക് കുറച്ച് ഉപ്പും പുളിയും എരിവും ഒക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ടിരുന്നാൽ തീയിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇതിപ്പോൾ കുറച്ചുകൂടെ തിളച്ച് കുറച്ച് മാറ്റണം, എങ്കിലേ ആ തീയിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. തിളച്ച ഉടനെ നമ്മൾ മാറ്റരുത്. കുറേ നേരം തിളയ്ക്കുമ്പോഴേ ആ ഉപ്പും പുളിയും എല്ലാം കൂടെ പിടിച്ചു കിട്ടുള്ളൂ. എനിക്ക് ഉപ്പും പുളിയും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ തിളക്കട്ടെ. തിളച്ച് നല്ല രീതിയിൽ കുറച്ച് കുറുകി വരണം. അപ്പോൾ ആ തീയന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഈസി ആയിട്ടുള്ള ഒരു തോരൻ, അതായത് മുട്ടത്തോരൻ ഉണ്ടാക്കാം. അപ്പം ഞാൻ മുട്ടത്തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിന് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തീരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണേ. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അതാണെങ്കിൽ ഒരു 10-12 ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. പിന്നെ ഞാനൊരു 4 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. അല്ലാതെ നമ്മൾ എല്ലാം വഴറ്റിയിട്ട് തോരൻ വയ്ക്കും, അത് വേറെ. ഇത് വേറെ രീതിയിൽ വയ്ക്കാൻ വേണ്ടിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഇതിൽ ശകലം ഉപ്പിട്ട് കൊടുക്കാം. അതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, 3 മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് കൂടി പോരുത്. ഇപ്പോൾ ഇതിന് ആവശ്യമുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ നാടൻ കറിയിൽ തോരനെ തേങ്ങയില്ലെങ്കിൽ ശരിയാക്കുന്നില്ല. 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് തോരൻ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തേങ്ങ വേണമെങ്കിലും ചേർത്തോളാം കേട്ടോ. മുട്ട കുറവായിട്ടേ ഉള്ളൂ. തോരൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്തോളാം തേങ്ങ. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, നമ്മുടെ കടലത്തീയിൽ തിളച്ച് നല്ല രീതിയിൽ കുറുകിയിട്ടുണ്ട്. മതി, ഇത്രയും ഗ്രേവി വേണം. എന്താ വെച്ചാൽ നമുക്ക് ചോറിൽ ഒഴിച്ച് കഴിക്കാനുള്ളതല്ലേ. ദോശയ്ക്ക് ഇട്ടിരിക്കും, എല്ലാത്തിനും നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ കടലയായിട്ട് ചിലപ്പോൾ ഇരുന്ന് ഇച്ചിരി കൂടെ കട്ടിയാവും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. ഇതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. ജീരകപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. ജീരകപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനലാണ്. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അരയ്ക്കുമ്പോൾ വെളുത്തുള്ളി ജീരകമൊക്കെ ഇട്ട് തോരൻ അരയ്ക്കും. പക്ഷേ ഇതിപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു തോരനാണ്. എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കിയെടുക്കും, അത്രയേ ഉള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഉള്ളി വഴറ്റിയിട്ട്, ഉള്ളിയും പച്ചമുളകൊക്കെ വഴറ്റിയിട്ട്, പിന്നെ മുട്ടയും കൂടെ ഇട്ട്, പിന്നെ തേങ്ങ അരച്ച് അതിൻ്റെ കൂടെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്ത് തോരൻ. ഇതിപ്പോൾ ഈസി ആയിട്ടുള്ള തോരനാണ്. ഓക്കെ, മതി. ഇനിയിപ്പോൾ തോരനുണ്ടാക്കാം. അപ്പോൾ ഉപ്പ് നോക്കിക്കോണം കേട്ടോ, ഉപ്പ് കറക്റ്റ് ആണോ എന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്തോളൂ. അപ്പം ഞാൻ മുട്ട തോരനുണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഇത് ചൂടാകട്ടെ. ഇത് ചൂടായിട്ടിട്ട് ഇതിലൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ കടുക് പൊട്ടിയ ഉടനെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ, മുട്ടയുടെ മിക്സ് അത് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുകയാണേ. ഫ്ലെയിം കുറച്ച് വെച്ചോണേ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടും. മുട്ട വന്നിട്ട് തീരെ നമ്മൾ ഇട്ട് വരട്ടരുത് കേട്ടോ. ബ്രൗൺ നിറം ആകുന്നവരെ വരട്ടരുത്.
അതുപോലെ കുറേ സമയം മുട്ടയിട്ട് നമ്മൾ വേവിക്കുകയാണെങ്കിൽ അത് ഒരുമാതിരി പിന്നെ ഹാർഡായി പോകും, ഇത് സോഫ്റ്റ് ആയിട്ടിരിക്കത്തില്ല. ഒരളവിന് മുട്ട വെന്ത ഉടനെ നമ്മൾ മാറ്റണം. അപ്പോൾ ഈ പച്ചമുളകും ആ ചെറുതായിട്ട് അരിഞ്ഞിട്ട ഉള്ളി എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് ചോറൊക്കെ കെട്ടിക്കൊടുക്കാനേ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ആവും. അതായത് പിന്നെ ക്യാരറ്റ് മെഴുക്കുരട്ടി, ഈ തോരനൊക്കെ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് ഇതിൽ തേങ്ങ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ ഇടാതെയും ചെയ്യാം കേട്ടോ. ഉള്ളിയും പച്ചമുളകും മുട്ടയും കൂടെ ചേർത്തിട്ട് അങ്ങനെയും ഇങ്ങനെ ആക്കി എടുക്കാം. തേങ്ങ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താലും മതി. തേങ്ങ ഇഷ്ടമുള്ളൊരു കൂട്ടി ചേർക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്തോളാം. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ തോരൻ റെഡിയായി. അതിനിടയ്ക്കുള്ള ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ കടികൊള്ളുമ്പോഴേ നല്ല ടേസ്റ്റാണ് കേട്ടോ. മതി. നീരിട്ട് നമ്മൾ വരട്ടുകയാണെങ്കിൽ ആ മുട്ട ഹാർഡായി പോകും. ഓക്കെ, ഞാൻ ഓഫ് ചെയ്യുന്നേ. നമ്മുടെ തീയലിന് കടുക് വറുത്തൊഴിക്കണം. ഒരു 1.5 സ്പൂൺ ഓയിൽ മതി കേട്ടോ. ഓയിലൊന്ന് ചൂടാട്ടെ. ഇതിൽ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനില്ലേ കുറച്ചൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കും കേട്ടോ. അത് നല്ലൊരു മണമാണ് തീയലിന്. ഈ കുറച്ചോടെ. എന്നിട്ട് ഒരു 4 വറ്റൽമുളക്, ഉലുവ കരിഞ്ഞു പോകരുത്, കുറച്ച് കറിവേപ്പില. ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ ഉലുവയൊക്കെ ചുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കരിഞ്ഞു പോയാൽ ശരിയാകത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ തീയൽ ചേർക്കണം. ഒന്ന് തീയൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡിയായി. അപ്പോൾ കണ്ടോ, അതിൻ്റെ പ്ലേറ്റ് ചോറെടുത്തിട്ടുണ്ട്. കുറച്ച് അച്ചാർ വെച്ച് കൊടുക്കാം. അച്ചാർ മിക്കവാറും നമ്മുടെ വീടുകളിലൊക്കെ കാണുമല്ലോ. ഇത് അച്ചാർ തയ്യാറായി. ഇനിയിപ്പോൾ ഇതിൽ ക്യാരറ്റ് മെഴുക്കുവരട്ടി വെച്ച് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് മുട്ട തോരൻ വെച്ച് കൊടുക്കാം. ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഈസി ആയിട്ടുള്ള കറികളാണ്. നമ്മളുടെ സ്പെഷ്യലായിട്ടുള്ള തീയൽ. കടലയും ഉരുളിക്കയും പത്തിരിക്കയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു കറിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കറി മാത്രം മതി. എന്നുവെച്ചാൽ അതിൽ തന്നെ ഉണ്ടല്ലോ കുറേ കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്കത് മാത്രം മതിയാവും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു 4-5 പീസ് മാമ്പഴം ഉണ്ടല്ലോ, അതും കൂടെ വെച്ച് വയ്ക്കണം. എന്തെന്ന് വെച്ചാൽ നമ്മൾ ചോറ് കഴിക്കുമ്പോഴേ ഈ മാമ്പഴം ഒരു 3-4 പീസ് വെച്ച് കഴിച്ചു നോക്കും. നല്ല ടേസ്റ്റാണ്. മിക്കവാറും ആൾക്കാരങ്ങനെ കഴിച്ച് കാണത്തില്ല. പക്ഷെ കഴിച്ച് നോക്കണം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അത് മാത്രമല്ല, ഈ തീയിലൊക്കെ നമ്മൾ വെച്ച് കഴിക്കുമ്പോൾ ഈ മാമ്പഴം വെച്ച് കഴിക്കുന്നതേ ശരിക്കും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡിയായി അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ എല്ലാവരും കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളാണ്. നല്ല കോമ്പിനേഷനാണ്. നമ്മുടെ ആ കടല തീയലും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ആ മുട്ട തോരനും ഒക്കെ നല്ല കോമ്പിനേഷൻ. ഞാൻ പിന്നെ അതിൻ്റെ കൂടെ 5-6 പീസ് മാമ്പഴവും